അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കല്യാണത്തിനെല്ലാം പോയിട്ട് ബീഫ് കുറുമ അതുപോലെ തന്നെ നെയ്ച്ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി എപ്പോഴും ഇങ്ങനെ നാവിൽ പോലല്ലോ. ആ ഒരു ടൈപ്പിലുള്ള നെയ്ച്ചോറും ബീഫ് കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കല്യാണ വീട്ടിൽ നിന്നെല്ലാം കഴിക്കുന്നതിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതൊരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതുണ്ടാക്കി കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് മന്തിയും ബിരിയാണിയൊന്നും ഉണ്ടാക്കാനേ തോന്നില്ല, അത്ര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടുനോക്കുക. ഇപ്രാവശ്യം കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. ബീഫെല്ലാം ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ റെസിപ്പി എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ ഇല്ലേ, ആദ്യം നമുക്ക് ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കുക. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആദ്യം ഇതാ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടതില്ലേ ഒരു വലിയ സൈസ് ഉള്ളി വേണം. 1 കിലോ ബീഫിൻ്റെ അളവാണ് പറയുന്നത്. 3 തക്കാളി വേണം. 5-6 പച്ചമുളക് വേണം. അതുപോലെ തന്നെ 1 ബൾബ് വെളുത്തുള്ളിയും 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി വേണം. ഞാനിതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നേരില്ലേ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. 6-7 ആയാലും കുഴപ്പമില്ല പച്ചമുളക്. എന്നിട്ടില്ലേ ഈ ഒരു ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വേറെ ലെവലാക്കാൻ കഴിയും. അപ്പോൾ ഇല്ലേ ഉള്ളി എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് വഴറ്റുമ്പം ടേസ്റ്റേ മാറും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക. ചൂടായ വന്ന ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നിറയെ ഉലുവ ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കും മുമ്പേ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ബൾബ് വെളുത്തുള്ളിയും 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി 1 കിലോ ബീഫിൻ്റെ അളവിലേക്ക് കറക്റ്റ് അളവാണ്. ഇനിയിപ്പോൾ ഞാൻ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ബീഫ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ടാവുമേ. കുക്കിംഗ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് വേറെ ലെവലാക്കാനും പറ്റും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായും ചെയ്യും. ഇതാ ഞാൻ 3 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. കുറുമക്കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം. ഇനി അടച്ച് വെച്ച് തക്കാളിയും ഉള്ളിയെല്ലാം കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്ന ശേഷമില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അപ്പോൾ ഇതാ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം ഫെനൽ സീഡ് പൊടിച്ചതും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഒന്ന് ഉടച്ചിട്ട് വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ വേണ്ടിക്ക്. തവ വെച്ചിട്ട് നല്ലോണം ഉടച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോ. നല്ലൊരു സ്മെല്ല് വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം സാധാ ബീഫ് എപ്പോഴും ഒരേ ടൈപ്പിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പത്തിരി, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയായിട്ട് പോകുന്ന ഒരു ബീഫ് കറിയാണ് ഇത്. അപ്പോൾ ഇതാ ഞാൻ ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ ബീഫിലേക്ക് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് കുക്കാവുമ്പം തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ ബീഫിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ബീഫിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചില റെസിപ്പീസെല്ലാം ഞാൻ കാണുമ്പം ബീഫിൻ്റെ അധിക റെസിപ്പിയും ആൾക്കാർ ബീഫ് ആദ്യം വേവിച്ച് എന്നിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ബീഫ് ഇങ്ങനെ കുക്കാക്കിയാലാണ് ആ ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്ത് മിക്സാക്കി വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊരു 9-10 വിസിൽ വരെ നമ്മുടെ കുക്കറിനനുസരിച്ച്. ചിലത് 8 വിസിൽ കൊണ്ട് തന്നെ ബീഫ് കുക്കായിട്ട് വരും, ചിലത് 8-10 വിസിൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ എൻ്റെ ബീഫിലെ ആ ഒരു എണ്ണയും കാര്യങ്ങളെല്ലാം നല്ലോണം ഇറങ്ങി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരും കേട്ടോ ഈ ഒരു ടൈമിൽ കുക്കർ ഓപ്പൺ ആക്കുമ്പം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 തേങ്ങൻ്റെ കട്ടിപ്പാലാണ്. 1 തേങ്ങൻ്റെ ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ.
അപ്പം ഒരു തേങ്ങൻ്റെ നല്ല കട്ടിപ്പാൽ, രണ്ടാം പാലും ഒന്നാം പാലും അങ്ങനെയൊന്നും എടുക്കണ്ട, ഒരു തേങ്ങൻ്റെ നല്ല കട്ടിപ്പാലെടുത്താൽ മതി. ആ ഒരു പാലിലേക്കില്ലേ ഒരു 10 കാഷ്യൂനട്ട് ഒന്ന് കുതിർത്തിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 കാഷ്യൂനട്ട് കുതിർത്തിട്ട് അരച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 10 കാഷ്യൂനട്ട് എന്തായാലും അരച്ചു കൊടുക്കണം. എക്സ്ട്രാ ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് നിങ്ങൾക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. കാഷ്യൂനട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 കാഷ്യൂനട്ട് ഒന്ന് കുതിർത്തിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്തിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഉള്ളി, ചെറിയ ഉള്ളിയോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് ഗീയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഞാൻ നെയ്ച്ചോറിലേക്ക് ഫ്രൈ ആക്കി വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്, അത് ഞാൻ പിന്നെ കാണിക്കാം. എന്നിട്ട് അതിലേക്ക് കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ റെഡിയാവും. ഭയങ്കര ഫ്ലേവറാണ് ഇതിൽ. നമ്മൾ ഇപ്പം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും, പക്ഷെ ഒന്ന് തണിന് ചൂടെല്ലാം ആറി രാത്രിയെല്ലാം കഴിക്കുകയെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇരട്ടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക, അടിപൊളിയാണ്. ബീഫ് കുറുമ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർക്ക് ട്രൈ ആക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ കുറുമയിലെല്ലാം എപ്പോഴും നല്ല എരിവുണ്ടാകുമ്പം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളക് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 6 7 എടുക്കുക. കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അങ്ങനെയെല്ലാം ആകുമ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കുറുമ റെഡിയാവും. അപ്പോൾ എന്താ ഇനി നമുക്കില്ലേ ഇതിലേക്ക് നമുക്കൊരു കാറ്ററിങ് സ്റ്റൈലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് പോലെയല്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ 4 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 6 ഏലക്ക, 2 കറാമ്പൂ, 1 പട്ട. ഇതെല്ലാം കൂടിയിട്ടില്ലേ അരച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 കപ്പ് 250 ml കപ്പിൽ 5 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കിലോ നെയ്ച്ചോറിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഗീ ഒഴിച്ച് കൊടുക്കാം. രണ്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. കാര്യം ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1.5 ഉള്ളി ഇതുപോലെ ഞാൻ ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 മുറി ഉള്ളി ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ കുക്കാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി കരിഞ്ഞു ആണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ നിന്നിട്ട് കുക്കാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വേണം. അത് എന്താ പറയുക ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മളിത് ഇട്ടിട്ട് ഇതിലേക്ക് വറുത്ത് കോരുമ്പം ആ ഒരു കാഷ്യൂനട്ടിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യണ്ട, ഇട്ട് കൊടുത്തോ. നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് കോരിയെടുക്കുക. ഇതും കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. നമ്മളിൽ ഉള്ളിയും കാര്യങ്ങളെല്ലാം കരിഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറിനും ആ ഒരു ടേസ്റ്റും മാറുമേ, അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറാമ്പ്, പട്ട, ഏലക്കില്ലേ, അതാണ്. എൻ്റെ കയ്യിൽ പട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ പട്ട കാണിക്കാണ്ടിരുന്നത്. നിങ്ങൾ എന്തായാലും പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി. 1 കിലോൻ്റെ അളവാണ് പറയുന്നത്. 2 കിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഒരു 1/2 മുറി ഉള്ളി മാറ്റി വെച്ചിട്ടില്ല. വെളുത്തുള്ളിൻ്റെയും കറാമ്പ് പട്ടൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ മാത്രം ആ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും, കറിവേപ്പിലേൻ്റെയും നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്തിൽ നമ്മൾ എത്ര കപ്പ് അരി എടുത്തിനോ അതിൽ നിന്നും ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിപ്പം 5 കപ്പ് അരി എടുത്തുകൊണ്ട് തന്നെ 1.5 കപ്പ് വെള്ളം എന്നിട്ടാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പാട്ടയിലാണ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 പാട്ട എന്താ പറയുക
വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു കപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ 1.5 കപ്പ്, ചെറിയ ചായ കുടിക്കുന്ന കപ്പ് ഗ്ലാസ്സിൽ എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വരുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളക്കുന്ന ടൈം കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമില്ലാണ്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. അരി കഴുകിയിട്ട് വെള്ളം അടക്കം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ടൈമെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം തിളച്ച് വരും. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും. ആ ഒരു ടൈമിൽ ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയോ 1 ടേബിൾ സ്പൂൺ വിനെഗറോ ഒഴിച്ച് കൊടുക്കുക. കാര്യം റൈസിന് നല്ലൊരു തൂവെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൈസ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ നല്ല വെള്ളം വറ്റി ഇതുപോലെ നല്ലോണം ബബിൾസ് വരുന്ന ടൈം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. ഇടയിലൊന്നും മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റായിട്ട് നമ്മുടെ ഗീ റൈസ് നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് 10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. നല്ലൊരു സ്മെല്ലായിരിക്കും. കാര്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടല്ലേ ഇത് ചെയ്തേ. ഒരു ബിരിയാണി, ഒരു മിനി ബിരിയാണി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അധികവും പറയലില്ലേ, ഈ ഒന്നിക്കൽ പള്ളിയിലെ ചോറ് അല്ലാന്നുണ്ടെങ്കിൽ കാറ്ററിങ് ഒരു കല്യാണ വീട്ടിലെല്ലാം നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നില്ലേ. അതിൽ സീക്രട്ട് റെസിപ്പി ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കാം. നല്ലൊരു ഫ്ലേവറുള്ളൊരു റൈസും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കുറുമയാണ്. ഇപ്പം വെക്കേഷനിലല്ലേ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, കഴിക്കുന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ എപ്പോഴും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാട്ടോ. നിങ്ങളെ കമൻറ്റും ലൈക്കെല്ലാം കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അതുപോലെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കുക. അപ്പോൾ എന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.